നമ്മൾ വളരെ വലിയ ഇവരുടെ ഒരു ജീവിത തിരക്കിനൊക്കെ ഇടയിൽ ചിലപ്പോൾ ചില ചെറിയ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ഒന്നുകൂടെ അപ്പച്ചൻ ചേട്ടൻ്റെ ഒരു കാര്യമാണ്. അപ്പച്ചൻ ചേട്ടൻ നമ്മളിതിക്ക് ഇങ്ങനെ ഈ പഴയ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട് നസീർ സാറിന് പൊറോട്ട മേടിച്ചു കൊടുക്കും എന്തോ ചെയ്തു. അതെ അതെ, അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്വീകരണം കഴിഞ്ഞ പിന്നെ കുറച്ചുകൂടി ഞങ്ങൾ അടുപ്പമായി. അപ്പം ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞു അപ്പച്ചൻ കൂടി ഇരിക്കട്ടെ പ്രസംഗിക്കാൻ പോകുമ്പോഴോ. അപ്പോൾ രാവിലെ തൊട്ട് പ്രസംഗിച്ച് ഒരു 11 മണിയായിട്ടും ഒന്നും കൊടുക്കുന്നില്ല, ചായയില്ല കാപ്പിയില്ല ഒന്നുമില്ല. അപ്പം തോട്ടപ്പള്ളിയിൽ ഇങ്ങോട്ട് പോരുമ്പോൾ എന്നോട് പറഞ്ഞു അപ്പച്ചൻ അറിയാവില്ല എന്നെ ഉദയസ്റ്റുഡിയോയിൽ എങ്ങനെയാണ് സ്വീകരിക്കുന്നതും തരുന്നതൊക്കെ. രാവിലെ ഇത്, അത് കഴിഞ്ഞ് ജ്യൂസ്, അത് കഴിഞ്ഞ് പിന്നെ ടിഷ്യൂ പേപ്പർ ഇട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് അത് കൊടുത്ത് അങ്ങനെ എല്ലാം നോക്കി ഒരു രാജാവിന് കൊടുക്കുന്നതൊക്കെയാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞു, ചായ പോലും തന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വണ്ടി നിർത്താൻ പറഞ്ഞു. വളഞ്ഞ വഴി ഒരു ഇക്കയുടെ കടയിൽ ഞാൻ പറഞ്ഞു നസീർ സാറാണ് വണ്ടിയിൽ ഇരിക്കുന്നത്, അതുകൊണ്ട് പൊറോട്ട അല്ലോ ഇതാരാണപ്പോൾ നമ്മുടെ കടയുടെ വാക്ക് വന്നിരിക്കുന്നത് പറഞ്ഞ് പുള്ളി ഓടി വരിക സാധനമൊന്നും എടുക്കാതെ. ഇവിടെ വന്ന് നസീറിനെ കണ്ടെന്ന് തോന്നിയിട്ട് പറഞ്ഞു പടച്ചോരെ ആരും ഇവിടെ കൊണ്ടുവന്നത്, അതൊക്കെ ഇരിക്കട്ടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? അയ്യോ എന്ത് വേണേ അപ്പോൾ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് 2 പൊറോട്ടയും വളഞ്ഞ പച്ചപ്പഴവും ഒരു ചായയായിട്ട് കൊണ്ടുവന്നു. ഇത് കൊടുത്ത് കഴിച്ചപ്പോൾ എന്നത് പറഞ്ഞു സ്വർഗം കിട്ടിയ പോലെ ഉണ്ട് അപ്പച്ചാന്ന്. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു അപ്പച്ച പൈസ കൊടുത്തേക്കാൻ പറഞ്ഞു. പടച്ചോനെ എന്തിന് പൈസ, പടച്ചോനെ എന്നെ കാണിക്കാനെങ്കിലും കൊണ്ടുവന്നില്ല ഇവിടം വരെ, നമുക്ക് പൈസ ഒന്നും വേണ്ട ഇനിയും വരണമെന്ന് എന്ന് പറഞ്ഞു പൊറോട്ട തിന്നാനായിട്ട്. അത് ഒന്നിനും പരാതിയില്ലല്ലോ. പരാതിയില്ല, ആളുകൾക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ഒരു അവസരം കിട്ടുക ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ആ സമയത്ത്. ഇപ്പൊ നമ്മളിപ്പോ യാദൃശ്യമായിട്ട് അവിടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നസീർ സാറിനെ പറ്റി ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു എപ്പിസോഡ് ചെയ്താൽ സ്വാഭാവികമായിട്ട് അതിൽ ഒരുപാട് ലെജൻസിന്റെ പേരുകൾ വന്നു പോകും. ദാസേട്ടൻ വരും, പി സുശീല വരും, ഈ ഭാസ്കര മാഷ് വരും, വയലാർ വരും, ദേവരാജ് മാഷ് വരും, ONV ദക്ഷിണാമൂർത്തി, അങ്ങനെ എത്ര മഹാത്മാക്കളുടെ പേരുകളാണ് നമുക്കൊരു എപ്പിസോഡിൽ പറയാൻ പറ്റുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് അല്ലേ. ഒരുപാട് പേരുകളുടെ പേര് നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്യുന്ന കാര്യത്തില്. ഷീലാമ്മ ശരിക്കും ഈ രണ്ടാമത് വന്നത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു? 18 കൊല്ലം കഴിഞ്ഞിട്ട്. 18 കൊല്ലം കഴിഞ്ഞ അപ്പോഴത്തേക്ക് വലിയ മാറ്റമല്ലേ സിനിമയിൽ വരുന്നത്? ഭയങ്കര മാറ്റം. സിനിമ തന്നെ മാറിയല്ലേ? സിനിമയൊക്കെ അല്ല, അത് തന്നെ ട്രോളിയും അതും അത് വന്ന് ഇരുമ്പ മരമായിരുന്നു ഇതായിരുന്നു. ഇപ്പോഴാണ് ഭയങ്കര മാറ്റം. കാരണം ഞാനൊരു ആഡ് പോയി ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ഗ്രീൻ മാറ്റ് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, എനിക്ക് അറിയില്ല ഗ്രീൻ മാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ തള്ളാനായിട്ട്. ഇങ്ങനെ തള്ളുമ്പോൾ ഞാൻ വലിയൊരു മതിൽ കെട്ടി ഇങ്ങനെ തള്ളി പൊട്ടിക്കുന്നു ഗ്രീൻ മാറ്റിൽ. ഞാനിങ്ങനെ കാണിച്ചാൽ മതി താഴെന്ന്. ഇപ്പോഴാണ് ഭയങ്കര അതിന് അതാ മനസ്സിനക്കരയ്ക്ക് അപ്പുറം വന്നതില്ലേ ഈ ഗ്രീൻ മാറ്റൊക്കെ. മനസ്സിനക്കര വന്ന് 10, 15, 20 കൊല്ലം ആയില്ലേ. അപ്പൊ അന്ന് ഷീലാമ്മയുടെ പാട്ടിലാണോ ഒരു അലമാരയുടെ മേളിലൊരു കുടമായിട്ട്? അതന്നെ, അതൊക്കെ മല്ലിറാണി എന്ന് പറഞ്ഞൊരു ക്യാമറമാനാണ്. അങ്ങേന്റെ കഴിവാണ് വാഴവേ മായം. അതെ അതന്നെ, അതെ ആ പടത്തില്. അതെ ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാമറയുടെ മുൻവശത്ത് ഇങ്ങനെ നാല് ക്യാരക്ടർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അങ്ങേരാണ് അത് മുഴുവനും. അങ്ങേരത്തെ വലിയ ക്യാമറമാനായിരുന്നു മല്ലിറാണി. എന്റെ ഒരുപാട് ഞാൻ ഡയറക്ട് ചെയ്ത പടത്തിനും അങ്ങേരായിരുന്നു ക്യാമറമാൻ. അത് അതില് അന്ന് ഈ അലമാരയുടെ മേളത്തെ ഡാൻസ് ഒരു അന്നത്തെ സെറ്റപ്പില് പേര് ഓർക്കുന്നുണ്ടോ? ഏതാ? വാഴവേമായി ഇപ്പൊ പറഞ്ഞു. വാഴവേമായം ശരിയാ. അന്നേ അത്രയും ആ കാലത്തെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെമ്മീനിലെ ലാസ്റ്റ് ചുഴലൊക്കെ വരുന്നില്ലേ, എന്ത് പാടുപെട്ടാന്നറിയാം അവരെടുത്തത്. വെള്ളം താഴെ വെച്ചിട്ട് അതിന്റെ അകത്ത് വന്ന് ഒരു എന്തോന്നാ ഒരു ഫാൻ മാതിരി ഒരെണ്ണം താഴെ വെച്ചിട്ട് ചുറ്റാൻ വേണ്ടി, ചുഴി വരാൻ വേണ്ടി എന്ത് പാടുപെട്ട ക്ലോസപ്പിൽ അത് എടുത്ത് പിന്നെ അത് ലോങ് ഷോട്ടിൽ വെച്ച്. ഇപ്പോഴാണെങ്കിൽ എന്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഒന്നില്ലാത്ത കാലത്താണ് അത് എടുത്തതെന്നുള്ളത് ഓർക്കണം. വലിയ ടെക്നീഷ്യന്മാരും കുഴക്കുന്ന ചോദ്യം ചോദിക്കും എന്നോട്. ഷീലാമ്മ പറഞ്ഞ ശേഷം വാഴവേമായം പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കുകയാണ്, അലമാരിയുടെ മുകളിൽ ഡാൻസ് കളിക്കുമ്പോൾ വരുന്ന വരി ഏതാണ്? സീതാദേവിയിൽ ഏത് വരി? അത്രേ പറ്റത്തുള്ളൂ. കല്ലിൽ കൊത്തി വെച്ച കവിതേ
നിന്റെ കനക അല്ല അത് കുഞ്ചേട്ടൻ ഒരു രണ്ടുപേര് പാടിയാല് അത് കുഞ്ചേട്ടൻ പാടും കുഞ്ചേട്ടാ അത് പാടും. കല്ലിൽ കൊത്തി വെച്ചത് തൊട്ട് ആടുന്നേ ഈ കല്ലിൽ കൊത്തിവെച്ച കവിത ഐ കാൻ പ്ലീസ് ഐ ആം പ്ലീസ് അങ്ങനെ പറയുന്നത് കുഞ്ചേട്ടൻ രണ്ടുപേര് പാടും സോറി മൈ ഡിയർ ഇല്ലെങ്കിൽ ഞങ്ങള് അല്ല എനിക്കറിയാൻ വയ്യത് ഞാൻ കേട്ടിട്ടുണ്ട് അത്ര കല്ലിൽ കൊത്തി വെച്ച ശരി അപ്പച്ചൻ ചേട്ടൻ ഇറങ്ങി അപ്പച്ചൻ തന്നെ പാടും അതല്ലേ പാടും അത് ഞങ്ങള് കല്ലിൽ കൊത്തി വെച്ച കവിതേ അത്രേ പറ്റുള്ളൂ. നിന്റെ കനകച്ചിലങ്ക കിലുങ്ങിയതെങ്ങനെ ആഹാ തുഷാരടി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ഇല്ലില്ല ഞാൻ ഇത് ഗാനഗന്ധർവൻ ആ